സോ വരാൻ പോകുന്ന പവർഫുൾ ബീസ്റ്റ് ആയിട്ടുള്ള അതുപോലെ നമ്മുടെ ടിം കുക്ക് അണ്ണം വരെ കണ്ണു തള്ളാൻ പോകുന്ന സാംസങ്ങിന്റെ S25 അൾട്രയുടെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ സാംസങ് ഇപ്രാവശ്യം ഓൾഡർ വെർഷനേക്കാളും പുതിയ വെർഷനിലേക്ക് വരുന്ന സമയത്ത് ഡിസൈൻ ചേഞ്ചിൽ കുറച്ചധികം ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ക്യാമറ ബമ്പിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. ഓൾഡർ വെർഷനേക്കാളും പുതിയൊരു ഡിസൈനിലാണ് നമ്മുടെ ക്യാമറ ബംസ് ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഓൾഡർ വെർഷൻ ആയിട്ടുള്ള ഒരു ബോക്സ് ഡിസൈനിൽ നിന്നും സ്മാർട്ട് ഫോണിന്റെ കോർണേഴ്സ് എല്ലാം തന്നെ ഒരു സ്മൂത്ത് റൗണ്ടഡ് ആയിട്ടുള്ളതും അതല്ലെങ്കിൽ ഒരു കർവ് ഡിസൈനിലാണ് നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് സ്മാർട്ട് ഫോൺസിൽ തന്നെ അതല്ലെങ്കിൽ സാംസങ്ങിന്റെ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ആയിട്ടുള്ള 6.8 ഇഞ്ചസിന്റെ ഡൈനാമിക് LTPO AMOLED 2X പാനലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഇതൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേയിലാണ് ഈ സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും HDR10+ന്റെ സപ്പോർട്ട് 1600 നിറ്റ്സിന്റെ മാക്സ് ബ്രൈറ്റ്നസിനോടൊപ്പം അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലാറ്റ് ഡിസൈനിലാണ് നമ്മുടെ ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ വളരെ ലെസ് ആയിട്ടുള്ള ബസൽസ് ആണ് ഈ ഡിസ്പ്ലേക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ പവർഫുൾ സ്മാർട്ട് ഫോണിന്റെ പവർഫുൾ ആയിട്ടുള്ള ക്യാമറ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് 12 മെഗാ പിക്സലിന്റെ 26mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ ലെൻസ് ആണ് പഞ്ച് ഹോൾ ക്യാമറ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാമറയ്ക്കകത്ത് HDR10+നോടൊപ്പം 4K 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് മെയിൻ ഉള്ള ക്യാമറ ലെൻസസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് നമ്മുടെ സ്മാർട്ട് ഫോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ട് 50 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ടുള്ള 200 മെഗാ പിക്സലിന്റെ 24mm സപ്പോർട്ട് ചെയ്യുന്ന വൈഡ് ആംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് 50 മെഗാ പിക്സലിന്റെ 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനൽ ആയിട്ട് 10 മെഗാ പിക്സലിന്റെ 67mm സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ ലെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ക്യാമറ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം 8K 24 അല്ലെങ്കിൽ 30 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 4K 30, 60, 120 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റീരിയോ സൗണ്ട് റെക്കോർഡിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറക്കകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ആയിട്ട് വേൾഡിൽ തന്നെ അതല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വേൾഡിൽ ഏറ്റവും ടോപ്പ് 1 പവർഫുൾ ചിപ്സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗന്റെ 8 Elite അതല്ലെങ്കിൽ 8 Gen 4 ചിപ്സെറ്റ് ആണ് സാംസങ്ങിന്റെ S25 അൾട്രയ്ക്കകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതുപോലെ ഇതൊരു 3 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. അപ് ടു 30 lakhsന്റെ അൺഡിസ്കോൾഡ് ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഓൺ ബോക്സിൽ Android 15 വിത്ത് One UI 7 സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതുപോലെ UFS 4 സ്റ്റോറേജ് ടൈപ്പും സ്റ്റാർട്ടിംഗ് ആയിട്ട് വരാൻ പോകുന്ന 12GB 250GB സ്റ്റോറേജിലും മാക്സിൽ നമുക്ക് നോക്കുവാണെങ്കിൽ 16GB 1TB സ്റ്റോറേജിലായിരിക്കും ഈ സ്മാർട്ട് ഫോണിന്റെ വേരിയൻസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 5000 mAh ബാറ്ററി ബാക്കപ്പ് ആണ് ഈ സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5400 mAh ബാറ്ററി ബാക്കപ്പ് കൊണ്ടുവരാനുള്ള ചാൻസും ഹൈ ആണ്. ആൻഡ് അതുപോലെ 45 വാട്ട്സിന്റെ വയർഡ് മാക്സിമം ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 25 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും 4.5 വാട്ട്സിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫൈനലി അതൊക്കെയാണ് സാംസങ്ങിന്റെ S25 അൾട്രാ സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചെക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഒരു 99% ആക്യുറേറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. സോ നമ്മൾ പറഞ്ഞേക്കാൾ കൂടുതൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് ഇനി സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തതിനു ശേഷം നമുക്ക് കണ്ടറിയാവുന്നതാണ്. സോ അതൊക്കെയാണ് നമ്മുടെ ഈ സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ലഭിച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.